ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നോമ്പൊക്കെ അവിടെ തീരാനായില്ലേ? നോമ്പ് തുടങ്ങിയോ കണ്ട് തീരാനായി. അപ്പോൾ അത് ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു നെയ്പത്തിരി നാടൻ തേങ്ങ വറുത്തരച്ച ഒരു കോഴിക്കറിയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് നോമ്പിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അടിപൊളിയാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോംബോ ആണ്. എന്നും പറയണ പോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ കറിയാണ് കാണിക്കുന്നത്. ഒരു പാനിൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം. ഇത് രണ്ടും കൂടെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. തീ കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതേപോലെ വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് വറുക്കുന്നതും തീ കുറച്ച് വെച്ചിട്ട് വറുക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വറുക്കുന്ന സമയത്തൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകാകണ വരെയാണ് വറുത്തെടുക്കേണ്ടത്. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ചൂടാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഒന്നും കൂടെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ അരക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരക്കണേ. അപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടി ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു വലിയ സൈസുള്ള ഉള്ളിയും ഒരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. ഇതിൽ ഉള്ളി കുറവ് മതി കേട്ടോ. ഒരുപാടങ്ങ് ഉള്ളിയൊന്നും വേണ്ട. ഒരു മീഡിയം സൈസൊക്കെ ഉള്ള ഒരു ഉള്ളി മതി. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. ഇപ്പോൾ ഉള്ളി വാടിയതിന് ശേഷം ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാനിത് ഒരു വലിയ സൈസുള്ള ഒരു തക്കാളിയാണ് എടുത്തത് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ 1 മതി. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു തക്കാളി ഒന്ന് ഉടയാൻ തുടങ്ങുന്ന പാകം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ഇതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാലൻ്റെ പൊടിയാണ്. ഒരു ടീസ്പൂൺ കേട്ടോ, 1.5 വേണ്ട, 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും പൊടികളുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊരു പച്ചമണക്കൊന്ന് മാറിക്കോട്ടെ. ഇതപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ പീസാണ്, എന്നാലും നല്ല ചെറിയതല്ല, ഒരു മീഡിയം സൈസുള്ള കട്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലയിൽ ഈ ഒരു ചിക്കൻ നന്നായിട്ട് പൊതിയുന്ന രീതിയിൽ നന്നായിട്ട് ഈ ചിക്കൻ്റെ പീസസ് ഒക്കെ ഒന്ന് ചൂടായി വരണം കേട്ടോ. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇറച്ചിയൊക്കെ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചിക്കൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വേവിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് അളവ് എഴുതി കാണിക്കാത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേ ലെവലിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടി കേട്ടോ. നമ്മൾ ചെമ്പിൽ ചെയ്യണമല്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പാകത്തിൽ വെന്തിട്ട് ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞ് കലങ്ങി പോകരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് പീസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അതാണ് ഒരു 10 മിനിറ്റ് കറക്റ്റാണ് അങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത്. നാട്ടിലെ ചിക്കൻ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ഒരു ടേസ്റ്റ് വരുള്ളൂ. തേങ്ങ തരിതരിപ്പായിട്ട് നിൽക്കരുത്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിൽ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആ മിക്സി കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് അങ്ങ് തിക്കായിട്ടുള്ളൊരു കറിയല്ല കേട്ടോ. പത്തിരിക്ക്, പൊറോട്ടയ്ക്ക്, നെയ്പ്പത്തിരിന്, നമുക്ക് എല്ലാത്തിനും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇനി ഇതിനൊരു വറവിടണം കേട്ടോ. നമ്മൾ വേറെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പീസ് വെല്ലുള്ളി ഇട്ടാലും മതി. എന്നിട്ട് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്നൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ താളിപ്പും കൂടി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെ താളിച്ച് വയ്ക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ അത് താളിച്ചും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചേക്കാം കേട്ടോ. നമ്മൾ വിളമ്പുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി. അടച്ച് വെക്കുക.
ഇനിയിപ്പോൾ അതാ നെയ്പത്തിരിൻ്റെ ആണ് കാണിക്കുന്നത്. നെയ്പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് അരി വെച്ചിട്ടാണ് നമ്മൾ നോർമൽ സാധാ റൈസ് നമ്മൾ ഉണ്ടാക്കുന്നില്ല, വെറും ചോറ് എന്ന് പറയുന്നത്, അത് ഉണ്ടാക്കുന്ന അരിയാണ് വേണ്ടത്. ഞാനിവിടെ സെല്ല റൈസാണ് എടുക്കൽ കേട്ടോ. നമ്മൾ മന്തി കപ്സൊക്കെ വെക്കുന്ന ആ ഒരു അരിയാണ് എടുക്കൽ. അപ്പോൾ അത് ഒരു 2 മണിക്കൂർ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെ പൊതിരാൻ പാടുള്ളൂ, വല്ലാണ്ടങ്ങ് പൊതിർന്ന് പോയി കഴിഞ്ഞാൽ വെന്ത് പോയാൽ നെയ്പത്തിരി എണ്ണ കുടിച്ചു കേട്ടോ. ഈ ഒരു രീതിയിലാണ് പൊതിർത്തി എടുക്കേണ്ടത്. ഒരു 2 മണിക്കൂറാണ് ഞാൻ പൊതിർത്തി. അതിന് ശേഷം അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ച സെയിം മിക്സിയിൽ തന്നെ ഈ ഒരു അരി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട, കുറഞ്ഞ വെള്ളത്തിൽ അരച്ചാൽ മതി. ഞാൻ ആദ്യത്തെ ബാച്ച് കുറച്ചധികം വെള്ളമായി പോയി കേട്ടോ, പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു അരവ് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ തരിതരിപ്പായിട്ട് ഉണ്ടാവണം കേട്ടോ. ഇതിൽ അരി വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണം ചെറുതായിട്ട് ഉണ്ടാവണം. ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം അരച്ചിട്ട് ഒരു ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒക്കെ മനസ്സിലാകുന്നുണ്ടാവില്ല, ഒരു തരിതരിപ്പ് അരിയും ഇങ്ങനെ കാണുന്നില്ല. ഈ ഒരു രീതിയിലാണ് നെയ്പ്പത്തിന് അരച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് അരക്കാനുള്ളത് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട 1 ടീസ്പൂൺ നിറച്ച് ഞാൻ നല്ല ജീരകം, ചെറിയ ജീരകം എന്ന് പറയുന്നത്, അതും കൂടെ ചേർത്താണ്. പിന്നെ വേണ്ട കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ. ഒരു 10-15 ചെറിയുള്ളി. എൻ്റെ കയ്യിലുള്ള ചെറിയ സൈസ് ആയതുകൊണ്ടാണ് 10-15 എണ്ണൊക്കെ എടുത്തത്. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കി കൊണ്ടുവരാം. അപ്പോൾ അത് നന്നായിട്ട് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു ചമ്മന്തിക്കൊക്കെ ഒതുക്കുന്ന പോലെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ടില്ല. ഈ ഒരു പാകത്തിൽ മതി കേട്ടോ, ഒന്ന് ഒതുക്കി കൊണ്ടുവന്നാൽ മതി. ചെറുതായിട്ട് തേങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാകുമ്പോഴാണ് നെയ്പ്പത്തിരി നല്ല ടേസ്റ്റിൽ കിട്ടുക. ഇനിയിപ്പോൾ അതാ അതെല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ടൈറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തത് പുട്ടുപൊടിയാണ് 1 കപ്പ് കേട്ടോ. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് പുട്ടുപൊടി മാത്രം ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം, എല്ലാം അങ്ങനെ അരച്ചതിന് ശേഷം പുട്ടുപൊടി ചേർത്തിട്ട് ടൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വേറൊരു രീതിയിലാണ് ചെയ്യണത്. 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒറോട്ടിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പത്തൽ പൊടി എന്ന് പറയുന്നത് നമ്മളെ പുഴുങ്ങലരിൻ്റെ തന്നെ പൊടി, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഞങ്ങൾ നാട്ടിൽ നിന്നുണ്ടായിരുന്ന പൊടിച്ചുകൊണ്ടുവന്ന പൊടി. അപ്പോൾ അതാ ഒറോട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ നെയ്പ്പത്തിരി പല രീതിയിൽ ഉണ്ടാക്കും. ഞാൻ തന്നെ ഒരുപാട് വേഷം കാണിച്ചിട്ടുണ്ട്. വെറും പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ അരച്ചിട്ട് അങ്ങനെ മാത്രം ഉണ്ടാക്കും. ഇനിയിപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം ടൈറ്റ് ആക്കാൻ വേണ്ടി ഒറോട്ടിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കും. ഇനി ഒന്നുമില്ല, ഈ അരക്കലൊക്കെ ഒഴിവാക്കിയിട്ട് പുട്ടുപൊടി മാത്രം തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. എല്ലാ രീതിയിലും ഉണ്ടാക്കും കേട്ടോ. എല്ലാം ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ് വരിക. എന്നാലും അരി അരച്ചുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടൂല. അപ്പോൾ അതാ ഈ ഒരു പാകത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു കവർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. കൈ ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഉരുള എടുത്തിട്ട് ഇതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോ ഉരുള എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ചെറിയ ചെറിയ നെയ്പ്പത്തിരി എല്ലാം ഉണ്ടാക്കുന്നത്. കാരണം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതായതുകൊണ്ട് വലുതാക്കി ഉണ്ടാക്കലാണ് കുറച്ച് നല്ലത്. എന്നാൽ എണ്ണൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു കിട്ടും. ചെറുത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ഇങ്ങനെയാണ്. ഞാൻ വലിയ നെയ്പ്പത്തിരിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഓവർ തടിയും പാടില്ല, എന്നാൽ ഓവറായിട്ട് തിന്നായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ അതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നും ഇടാൻ സമയത്ത് മാത്രം പരത്തിയാൽ മതി കേട്ടോ. ഓൾറെഡി നേരത്തെ പരത്തി വെക്കണ്ട. പിന്നെ അതാ കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക. പൊന്തിയാലും കുറച്ച് സമയം അടിഭാഗം ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യണേ. അതിന് ശേഷമാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഈ പൊള്ളി വന്ന ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊള്ളി അത് താന്നു പോകട്ടെ. അതുകൊണ്ട് കുറച്ച് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അതാ ഫസ്റ്റത്തെ നെയ്പ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീരെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പുട്ടുപൊടിയും കൂടെ ചേർത്തുകൊണ്ട് ഒന്നും കൂടെ ഒരു സേഫ്റ്റിയാണ്. ഇനിയിപ്പോൾ അത് രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് പൊള്ളി വരട്ടെ. പൊള്ളിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അടിഭാഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ അങ്ങനെ സ്പീഡായിട്ട് കാണിക്കുന്നതാണ്, കുറച്ച് സമയം എടുക്കും ഇങ്ങനെ പൊള്ളി വരാനൊക്കെ. ഇപ്പോൾ അത് ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതേപോലെ പൊരിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റിയാണ്, പുട്ടുപൊടിയും ഇതും എല്ലാം കൂടെ. പിന്നെ ടേസ്റ്റും നല്ല തന്നെയാണ്, നമ്മൾ അരി അരക്കുന്നുണ്ടല്ലോ, അപ്പം നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതെല്ലാം പൊരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കോംബോ ഉണ്ടല്ലോ മക്കളെ, അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ ആണ് ഈ ഒരു തേങ്ങ വറുത്തരച്ച കറിയും ഈ ഒരു നെയ്പ്പത്തിരി കേട്ടോ. അപ്പം നോമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഡെയിലി നമ്മൾ പത്തിരി തന്നെയല്ല കഴിക്കുന്നത്. അപ്പം ഒരു ദിവസം ഒരു ചേഞ്ചിന് ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.